ഈ പറയുന്ന അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല. അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടുപോകും. അജിത് കുമാറൊക്കെ വീട്ടിലേക്ക് പോകുന്ന ആരും കരുതണ്ട. അജിത് കുമാർ വീട്ടിലേക്ക് പോകുമ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കയ്യുണ്ടാവും. തന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അജിത് കുമാറിനെ DGP കസേരയിൽ ഇരുത്തില്ലെന്നും പിണറായിയെയും P ശശിയെയും വെല്ലുവിളിക്കുന്നുവെന്നും PV അൻവർ MLA. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെന്നും ആദ്യഘട്ടത്തിൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടതാണെന്നും കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും PV അൻവർ വ്യക്തമാക്കി. ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പരാതികൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ പൊതുപ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് അന്ന് പാർട്ടി പറഞ്ഞതാണെന്നും അതിനുശേഷം മുഖ്യമന്ത്രി P ശശിയെയും അജിത് കുമാറിനെയും ന്യായീകരിച്ചെന്നും അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ലെന്നും അജിത് കുമാർ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകൂവെന്നും PV അൻവർ പറഞ്ഞു. അജിത് കുമാർ വിഷയത്തിൽ ഉൾപ്പെടെ KT ജലീൽ കുറെ വീമ്പിറക്കിയിരുന്നെന്നും എവിടെ പോയി KT ജലീൽ എന്ന് ചോദിച്ച അൻവർ ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും ജലീലിന് മറുപടിയില്ലെന്നും ആരോപിച്ചു. വിജയരാഘവന്റെ പ്രസ്താവനയിൽ KT ജലീലിനും V അബ്ദുറഹ്മാനും PT റഹീമും ഒന്നും മിണ്ടുന്നില്ലെന്നും പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ പോലും ഇവർ തയ്യാറായില്ലെന്നും അജിത് കുമാർ വിഷയത്തിൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ നേതാവായിരുന്നു വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിൻ എന്നും അപശബ്ദങ്ങളെ മുഴുവൻ പിണറായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അവസാനത്തെ രക്തസാക്ഷിയാണ് P ഗഗാറിൻ എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിലും അൻവർ പ്രതികരിച്ചു. എല്ലാ ആരോപണങ്ങളും എത്തുന്നത് അജിത് കുമാറിലാണെന്നും പോലീസ് മേഖലയെ ഈ വിധത്തിൽ എത്തിച്ചതിനു പിന്നിൽ അജിത് കുമാറാണെന്നും അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് P ശശിയാണെന്നും രാഷ്ട്രീയപരമായ ഒരു നീക്കം ഉണ്ടാകുമെന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കണമെന്നും PV അൻവർ MLA പറഞ്ഞു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ ന്യൂനപക്ഷ വിരോധം ആവർത്തിച്ച് CPM-ന്റെ പല ലീഡർഷിപ്പും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? ഈ വിഷയത്തില് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുന്ന ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റ തിരിഞ്ഞ് മാറി നിന്നപ്പോ ആദ്യം പറഞ്ഞെന്താ, എന്റെ സമ്മേളനങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ അതൊക്കെ മുസ്ലിം തീവ്രവാദികൾ. അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം വയനാട്ടിലെ സംഭവം എന്താ? 2 ദിവസം മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് എത്ര ഗൗരവതരമാണ്. അവിടെ വോട്ട് ചെയ്ത കേരളത്തിൽ CPM-നല്ലാതെ വോട്ട് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പച്ചക്ക് പറയുന്നത്. വളരെ പച്ചക്ക്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു മറയുമില്ലാതെ പറയണം. ഹിന്ദുത്വ തീവ്രവാദത്തെ CPM-നോട് അടുപ്പിക്കാൻ ഓരോ ഗ്യാപ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 7 മാസമായിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കൾ. ഏവർക്കും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.